ഇന്ന് നമ്മൾ പോകുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയിലേക്കാണ് കേട്ടോ. അതായത് നമ്മുടെ ധാരാവിയിലേക്ക് തന്നെ. പോകുന്നത് അംബാനിയുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കൊന്നും എത്തി നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ്. ധാരാവി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും പോലെ തന്നെ ഞാൻ കേട്ടറിഞ്ഞത് ഒരു ചേരി പ്രദേശം എന്ന രീതി തന്നെയാണ്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ അത് ഭയങ്കര ഡിഫറൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. എന്താണ് ധാരാവി, അല്ലെങ്കിൽ എങ്ങനെയാണ് ധാരാവി, അവരുടെ തൊഴിൽ എങ്ങനെയാണ്, അവരുടെ ആളുകൾ ജീവിക്കുന്ന സാഹചര്യം, അവരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ എൻ്റെ ഈ യാത്ര എന്ന് പറയുന്നത് തന്നെ. എൻ്റെ ലക്ഷ്യം അതായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കണ്ടു പറഞ്ഞ് ചോദിച്ച് തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. ഏകദേശം 10 ലക്ഷത്തിലധികം ആൾക്കാർ ആ ഒരു ഏരിയയിൽ താമസിക്കുന്നുണ്ട് കേട്ടോ. അതായത് ആ ഒരു ചേരിയിൽ നമുക്ക് കാണുമ്പോൾ അത്ര തോന്നില്ലെങ്കിലും അതിൻ്റെ അകത്തേക്ക് പോകുന്നവരാണ് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നത്. അത് കേട്ടപ്പോൾ തന്നെ ഒരു കിളി ഒന്ന് പറയാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് കണ്ണ് തന്നെ മനസ്സിലാവില്ല അത്ര ആളുകൾ അതിൻ്റെ ഉള്ളിൽ തിങ്ങി പാർക്കുന്നുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ 15,000-ത്തിലപ്പുറം ഒറ്റമുറി ഫാക്ടറികൾ കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ തന്നെയാട്ടോ പെടുന്നത്. അതായത് അവരുടെ വ്യവസായങ്ങളും ജീവിതമൊക്കെ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. ഇതെല്ലാം പറഞ്ഞൊരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ